ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഏഗൺ ലേണിംഗ്. അപ്പോൾ നമ്മൾ ഓണം എക്സാം ഹാളിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കേണ്ടത്, ഈ 10 ക്വസ്റ്റ്യൻ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഓണം എക്സാം ഹാളിൽ കയറാം, ഓണം എക്സാം എഴുതാം, നന്നായിട്ട് എഴുതി A+ വാങ്ങിക്കൊണ്ട് ഓണം എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ 10 ക്വസ്റ്റ്യൻ ത്രൂ ഔട്ട് മുഴുവൻ ക്വസ്റ്റ്യനും ചെയ്ത് പഠിക്കുക. കുറേ ന്യൂമറിക്കൽസ് ഉണ്ട്, ചെയ്ത് തന്നെ പഠിക്കണം മക്കൾ. റെഡിയല്ലേ? നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാതെ സമയം കളയുന്നില്ല. യെസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. നെയിം ദ 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഏതൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ് സൊല്യൂഷൻ എന്ന ചാപ്റ്ററിലുള്ളതാണ്. നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്കറിയാവും, ഈ ക്വസ്റ്റ്യൻ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്ന് മനസ്സിലാവും. ഏതൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ ഏതൊക്കെയാണ് 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി? ഒന്ന് സ്പീഡ് പറഞ്ഞു നോക്കിയേ. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പൊ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പഠിച്ചു, 2 മാർക്ക് വാങ്ങി. ഇത് ഉറപ്പാണ് ക്വസ്റ്റ്യനിൽ. രണ്ടാമത്തത്, വാട്ട് ഹാപ്പൻ ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് വെൻ an ethanoic acid is treated with benzene? Give reason. ഒരു A+ വാങ്ങാൻ പോകുന്ന കുട്ടിക്ക് A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടത്, അതാണ് വാട്ട് ഹാപ്പൻ ടു ദി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്യാം. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ആഡ് ചെയ്താൽ അവരുടെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിക്ക് എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയോ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമോ എന്നൊക്കെയാണ് ക്വസ്റ്റ്യൻ. ക്ലിയർ അല്ലേ? മക്കളെ പേടിക്കണ്ട, ആൻസർ ഈ സ്ലൈഡിൽ തന്നെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഓരോ ക്വസ്റ്റ്യനും ആൻസർ ഞാൻ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ എക്സ്ട്രാ എഴുതുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്താണ്? എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക നോക്കുക. ഇതാണ് എത്തനോയിക് ആസിഡ്. CH3 CCOOH. ഇതാണ് എത്തനോയിക് ആസിഡ്. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, 2 മോളിക്കൂൾ എത്തനോയിക് ആസിഡ് നമ്മൾ ബെൻസീനിലേക്ക് ആഡ് ചെയ്യാം. ബെൻസീൻ എന്ന് പറഞ്ഞ സോൾവെന്റിലേക്ക് ആഡ് ചെയ്യാം. മക്കൾ ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. A+ നഷ്ടപ്പെടുത്തുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് പഠിച്ചിട്ടേ പോവൂ എന്നുള്ളതാണ്. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഈ ഒരു 2 എത്തനോയിക് ആസിഡ് ഉണ്ട്. ഇതൊരു എത്തനോയിക് ആസിഡ് ആണ്. യെസ്, ഇത് വേറെ എത്തനോയിക് ആസിഡ് ആണ്. CH3CCOH ഡബിൾ ബോണ്ട് O. ഇത് വേറെ എത്തനോയിക് ആസിഡ് ആണ്. 2 എത്തനോയിക് ആസിഡ് ബെൻസീനിൽ വെച്ച് എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇവര് തമ്മിൽ കൂടിച്ചേരുവടാ, ഇവര് തമ്മിൽ ഒന്നാവും ബൈ ഹൈഡ്രജൻ ബോണ്ട്. അതായത് ഈ 2 മോളിക്കൂൾ, 2 എത്തനോയിക് ആസിഡ് മോളിക്കൂൾ ചേർന്ന് ഒരു സിംഗിൾ മോളിക്കൂളായി മാറുമെന്ന്. അതായത് പാർട്ടിക്കിളിന് എണ്ണം കുറയും. ഞാൻ എടുത്തത് 2 മോളിക്കൂൾ ആണെങ്കിൽ വെള്ള സോൾവെന്റിലേക്ക് ഇട്ടു, ബെൻസീൻ എന്ന സോൾവെന്റിലേക്ക് ഇട്ടപ്പം എന്തായി? 2 പേര് കൂടി ചേർന്ന് ഒന്നായി. പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞു. പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? തീർച്ചയായിട്ടും പാർട്ടിക്കിളിന്റെ എണ്ണം കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. സോ അതാണ് ക്വസ്റ്റ്യൻ. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക, എന്താണ് അതിന് റീസൺ എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ആൻസർ ഇവിടെ വ്യക്തമായിട്ടുണ്ട്. ഒന്നാമത്തെ ആൻസർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, രണ്ടാമത്തെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡൈമറൈസ് ചെയ്യും. ഡൈമറൈസ് ചെയ്താൽ ഡൈമറൈസേഷൻ സംഭവിക്കും എന്നാ പറയുന്നത്. ഡൈമറൈസേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ 2 പാർട്ടിക്കിൾ ഒന്നായി മാറി. പാർട്ടിക്കിളിന്റെ എണ്ണം, മോളിക്കൂളിന്റെ എണ്ണം കുറഞ്ഞു. മോളിക്കൂളിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? മോളിക്കൂളിന്റെ എണ്ണം കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? പറ. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. സോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കുറഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുമെന്ന് മനസ്സിലായി. അപ്പം 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. നെയിം ദ 4 ഇമ്പോർട്ടൻറ്റ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. നന്നായിട്ട് അത് പഠിച്ചു കഴിഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ എന്താണ് സംഭവിക്കുക, അതിന്റെ റീസൺ എന്ത് എന്നുള്ളതാണ്. എത്തനോയിക് ആസിഡ് ബെൻസീനിലേക്ക് ഇട്ടാൽ 2 മോളിക്കൂൾ ചേർന്ന് ഒരു സിംഗിൾ മോളിക്കൂളായി മാറും. ഡൈമറൈസേഷൻ സംഭവിക്കും. പാർട്ടിക്കിളിന്റെ എണ്ണം കുറയും, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും. റെഡിയാണ്? ആൻസർ ഇവിടെ ഉണ്ട്. ക്ലിയർ ആണ്? ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. വാട്ട് ഈസ് ഓസ്മോട്ടിക് പ്രഷർ? എന്താണ് ഓസ്മോട്ടിക് പ്രഷർ? സിമ്പിൾ. ഇറ്റ് ഈസ് ദ എക്സസ് പ്രഷർ ദാറ്റ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് സർഫസ് ടു പ്രിവെന്റ് ഓസ്മോസിസ്. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ, മക്കൾ അങ്ങനെ പഠിച്ചാൽ മതി. 2 മാർക്കിന് അത് മതി. 2 മാർക്കിന് അത് പഠിച്ചാൽ മതി.
ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ സൊല്യൂഷന് മുകളിൽ അപ്ലൈ ചെയ്യുന്ന പ്രഷറിനെ വിളിക്കുന്ന പേരാണ് ഓസ്മോട്ടിക് പ്രഷർ. ഇറ്റ് ഈസ് ദ എക്സസ് പ്രഷർ ദാറ്റ് അപ്ലൈഡ് ഓൺ ദ ലിക്വിഡ് സർഫസ് ടു പ്രിവെന്റ് ഓസ്മോസിസ്. ആൻസർ ഇവിടെ ഉണ്ട്. ഇറ്റ് ഈസ് ദ എക്സസ് പ്രഷർ. ആൻസർ ഇവിടെ ഉണ്ട്. മക്കളെ ശ്രദ്ധിക്കാം. യെസ്, it is the excess pressure that applied on the liquid surface to prevent osmosis. ഓസ്മോസിസ് പ്രിവെന്റ് ചെയ്യാൻ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട പ്രഷർ ആണിത് ഓസ്മോട്ടിക് പ്രഷർ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആയില്ലേ? ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, the molecular mass of NaCl determined by osmotic pressure. Measurement, it is found to be half of the actual value. Account the following. Sodium chloride in a molecular mass. ക്വസ്റ്റ്യൻ ഇതാണ്. സോഡിയം ക്ലോറൈഡിന്റെ മോളിക്കുലർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി വെച്ച് കണ്ടു കഴിഞ്ഞാൽ ശരിക്കുള്ള 58.5 ആണ്, കിട്ടുക നേരെ പകുതിയാണ്. അതായത് കൊളിഗേറ്റീവ്, മക്കളെ പഠിക്കേണ്ടത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ള. A+ നഷ്ടപ്പെടുത്താവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണിത്. A+ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള വേറൊരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് ശ്രദ്ധിക്കുക. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, ഏത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയാലും അതിന്റെ മെയിൻ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ മോളാർ മാസ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ NaClന്റെ മോളാർ മാസ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ തെറ്റാണ് കിട്ടുക. എന്തുകൊണ്ട് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. പകുതിയാണ് കിട്ടുക. എന്തുകൊണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ എന്തുകൊണ്ട് പകുതി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ മക്കൾ ശ്രദ്ധിക്കുക. സോഡിയം ക്ലോറൈഡ് NaCl വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? Na++Cl- ആയി മാറും. അതായത് സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലേക്ക് ഇട്ട അയോണുകളായിട്ട് അയോണൈസ് ചെയ്യും. അതായത് സോഡിയം ക്ലോറൈഡ് തന്നെ Na+ഉം Cl- ആയി മാറി. പാർട്ടിക്കിളിന് എണ്ണം കൂടി, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടി, മോളാർ മാസ് കുറഞ്ഞു. മനസ്സിലാക്കുക, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളാർ മാസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ എന്താ സംഭവിക്കുക? NaCl വാട്ടറിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ച് മോളാർ മാസ് കണ്ടാൽ തെറ്റാണ് കിട്ടുക, പകുതിയാണ് കിട്ടുക. എന്തുകൊണ്ട് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മക്കളെ ഇതാ, NaCl അണ്ടർഗോ ഡിസോസിയേഷൻ ഇൻ വാട്ടറിൽ NaCl എന്ത് ചെയ്യും? അയോണൈസ് ചെയ്യും. Na++Cl- മോളാർ മാസ് ഈസ് ഹാഫ് ഓഫ് ദി ആക്ച്വൽ വാല്യൂ. മോളാർ മാസ് ആക്ച്വൽ വാല്യൂന്റെ പകുതിയായി മാറുമെന്ന് മനസ്സിലായില്ലേ? മോളാർ മാസ് ആക്ച്വൽ മാസിന്റെ പകുതിയായി മാറും. കാരണം NaCl വാട്ടറിലേക്ക് ഇട്ടാൽ Na+ഉം Cl- മാറുമെന്ന്. ക്ലിയർ ആണ്. അപ്പൊ ആ ക്വസ്റ്റ്യനും ക്ലിയർ ആയി. 2 ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ? 2 ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞു. A പഠിച്ചു കഴിഞ്ഞു, B പഠിച്ചു. റെഡി അല്ലേ? B പഠിച്ചു കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷർ എക്സർട്ട് ബൈ എ സൊല്യൂഷൻ prepared by dissolving 1.5 gram of polymers. മാസ് കൊടുത്തിട്ടുണ്ട്, WB കൊടുത്തിട്ടുണ്ട്. 1.5 gram പോളിമർ, 1,85,000 ആണ് ഇതിന്റെ മോളാർ മാസ്. MB 1,85,000 ആണ് ഇതിന്റെ മോളാർ മാസ്. വോളിയം V കൊടുത്തിട്ടുണ്ട് 500 ml ആണ്. ടെമ്പറേച്ചർ T കൊടുത്തിട്ടുണ്ട് 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. വാല്യൂ ഓഫ് R കൊടുത്തിട്ടുണ്ട് R. അപ്പൊ എന്താ കാണേണ്ടത്? കാൽക്കുലേറ്റ് ദ ഓസ്മോട്ടിക് പ്രഷറാ. ഓസ്മോട്ടിക് പ്രഷർ കാണണം. ഓസ്മോട്ടിക് പ്രഷർ കാണാൻ ഇൻഡിക്കേഷൻ ചെയ്ത് ഓൾറെഡി മക്കൾ മനസ്സിലാക്കിയ ആൻസർ ഇവിടെ ഉണ്ട്. ആൻസർ ഓൾറെഡി ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടി ചെയ്യാം. ഓസ്മോട്ടിക് പ്രഷർ പൈ കാണാൻ ഇൻഡിക്കേഷൻ ആണ് WB by MB ഇൻറ്റു മക്കൾ മനസ്സിലാക്കുക RT/V എന്നുള്ളതാണ് ഇക്വേഷൻ. ഇല്ല, യെസ്, WB എന്ന് പറഞ്ഞാൽ 1.5 gram ആണ്. 1.5 gram ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. MB എന്ന് പറഞ്ഞാൽ 1,85,000 ആണ്. 1,85,000 ആണ് MB. R എന്ന് പറഞ്ഞാൽ അവർ ഗിവൺ ഡാറ്റയാണ് 0.081 ആണ് R. ടെമ്പറേച്ചർ T എന്ന് പറഞ്ഞാൽ 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 310 കെൽവിൻ ആണ്. 37 ഡിഗ്രി സെൽഷ്യസിൽ മക്കളെ ശ്രദ്ധിക്കുക, സെൽഷ്യസിലാണ് ടെമ്പറേച്ചർ തന്നെങ്കിൽ 273 കൂട്ടി അതിനെ കെൽവിനിലേക്ക് ആക്കാൻ മറന്നു പോകരുത്. കെൽവിനിലേക്ക് മാറ്റി ഡിവൈഡഡ് ബൈ വോളിയം എത്രയാ? വോളിയം 500 ml ആണ്. 500 ml എന്ന് പറഞ്ഞാൽ 0.5 ലിറ്റർ ആണ്. 0.5 ലിറ്റർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ മക്കൾക്ക് ഓസ്മോട്ടിക് പ്രഷർ ഇത്രയും അറ്റ്മോസ്ഫിയർ ആണെന്ന് കിട്ടും. ക്ലിയർ അല്ലേ? ഇത് ഈ വാല്യൂസ് ഒക്കെ നോക്കുക. അതാ WB തന്നിട്ട് 1.5 gram ആണ്. മോളാർ മാസ് 1,85,000 ആണ്. വോളിയം V 500 ml. 500 ml പറ്റൂല. ആറിന്റെ വാല്യൂ ലിറ്ററിലാണുള്ളത്. അതുകൊണ്ട് ML ലേക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ലിറ്ററിലേക്ക് മാറ്റണം. 500/1000 0.5 ലിറ്റർ.
ടെമ്പറേച്ചർ ടി 37 ഡിഗ്രി സെൽഷ്യസ് പറ്റൂല, കെൽവിനിലേക്ക് മാറ്റണം, 310 ഡിഗ്രി കെൽവിൻ. റെഡിയാണ്. ആറിന്റെ വാല്യൂ 0.081. ഇത്രയും വാല്യൂ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടിയ 4.1 ഇൻറ്റു 4.13 ഇൻറ്റു 10⁻⁴ കിട്ടി. ക്ലിയർ ആണ്? ആൻസർ ക്ലിയർ അല്ലേ? W2/m2 ഇൻറ്റു RT/V. W2 മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, M2 മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്, T ടെമ്പറേച്ചർ. റെഡിയാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെറ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സൊല്യൂഷൻ ഡിസ്കസ് ചെയ്തു. ഉറപ്പാണ് നിങ്ങൾ ഓണം എക്സാം ഹാളിൽ കയറുന്ന സമയത്ത് മക്കൾ ഓർമ്മിച്ചോ, ഉറപ്പായിട്ടും ഇതിലെ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. റെഡിയാണ്? യെസ്. Certain galvanic cells are designed to convert energy of combustion of fuel directly into electrical energy. ഒരു പക്ഷേ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഇന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഫ്യൂവൽ സെൽ ഇല്ലാതെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല എന്ന് പറയാം. ഫ്യൂവൽ സെൽ ഇല്ലാതെ ഇന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങിയിട്ടില്ല. ഉറപ്പാണ്, ഫ്യൂവൽ സെൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവാറുണ്ട്. അപ്പൊ ക്വസ്റ്റ്യൻ നോക്കാണ്, നെയിം ദ എബൌട്ട് ടൈപ്പ് ഓഫ് ഗാൽവനിക് സെൽ. ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ ഏത് എന്ന് ചോദിച്ചിരിക്കുക. ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ ഏത് എന്ന് വെച്ചാൽ ഞാൻ ഈസി ആയിട്ട് പറയും, അത് ഫ്യൂവൽ സെല്ലാണെന്ന് പറയും. ക്ലിയർ അല്ലേ? ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ല് ഏത് എന്ന് വെച്ചാൽ അത് ഫ്യൂവൽ സെല്ലാണ്. രണ്ടാമത്തത്, ഗീവ് ദ എക്സാമ്പിൾ ഫോർ എബവ് സെൽ. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ. സിമ്പിൾ, ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ലാണ്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ്. ക്ലിയർ ആണ്? ക്ലിയർ ആണ്. H2O2 ഫ്യൂവൽ സെൽ. അപ്പം ഫ്യൂവൽ ബേൺ ചെയ്ത് ഇലക്ട്രിക്കൽ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകൾ ഏത് എന്ന് വെച്ചാൽ ഫ്യൂവൽ സെല്ലാണെന്ന് മനസ്സിലാക്കാം. ക്ലിയർ അല്ലേ? ഒരു ഫ്യൂവൽ സെല്ലിന് എക്സാമ്പിൾ ആണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെൽ എന്ന് മനസ്സിലാക്കാം. രണ്ടാമത്തെ ക്വസ്റ്റിനും ആൻസർ ആയി. ഇനി നമ്മൾ നേരെ 4ാമത്തെ ക്വസ്റ്റിനിലേക്ക് പോകാം. മെൻഷൻ എനി 2 അഡ്വാൻറ്റേജ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, സാറേ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ കുറച്ച് പറയാനുണ്ട്. ഓക്കെ, മെൻഷൻ എനി 2 അഡ്വാൻറ്റേജ് ഓഫ് ദിസ് എബവ് സെൽ. ഈ സെല്ലിന്റെ അഡ്വാൻറ്റേജ് എന്ത് എന്നുള്ള ഒന്നുമില്ലടാ. കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യും, വേറെ ഒരു സെല്ലുമില്ല. ഇപ്പം ലെഡ് സ്റ്റോറേജ് ബാറ്ററി ആയാൽ പോലും റീചാർജ് ചെയ്യണം. ഇത് ഫ്യൂവല് കൊടുത്തോണ്ടിരുന്നാൽ സെല്ല് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന്. ക്ലിയർ അല്ലേ? അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന സെല്ലുകളാണ് ഫ്യൂവൽ സെൽ. ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, അതിന് പൊല്യൂഷൻ ഫ്രീ വർക്കിംഗ് ആണ്. ഒരു തരത്തിലുള്ള ബൈ പ്രോഡക്റ്റും ഇല്ല. മൂന്നാമത്തത്, ഇതിന്റെ ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. ഈ ഫ്യൂവൽ സെൽ വർക്ക് ചെയ്താൽ ഉണ്ടാവുന്ന ബൈ പ്രോഡക്റ്റ് വാട്ടർ ആണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടെന്ന്. സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഇത് ഉപയോഗിക്കാറുണ്ടെന്ന്. റെപ്രസെന്റ് ദ റിയാക്ഷൻ ടേക്സ് പ്ലേസ് ഇൻ ആനോഡ് ആൻഡ് കാഥോഡ്. ഈ ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസിൽ നടക്കുന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽസിൽ നടക്കുന്ന ആനോഡ് കാഥോഡ് റിയാക്ഷൻ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, എന്താ നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോ, ആനോഡ് റിയാക്ഷൻ എന്താന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഹൈഡ്രോക്സിൽ അയോണും കമ്പൈൻ ചെയ്ത് വാട്ടറായി മാറുന്നതാണ്. ആനോഡ് റിയാക്ഷൻ എന്താ? ഹൈഡ്രജനും ഹൈഡ്രോക്സിൽ അയോണും കമ്പൈൻ ചെയ്ത് വാട്ടറായി മാറുന്നതാണ് ആനോഡ് റിയാക്ഷൻ എങ്കിൽ, കാഥോഡ് റിയാക്ഷൻ വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രോക്സിൽ അയോണായി മാറുന്നു എന്നുള്ളതാണ്. എന്താ പറ? ആനോഡ് റിയാക്ഷൻ എന്താ? ഹൈഡ്രജനും ഹൈഡ്രോക്സിൽ അയോണും കമ്പൈൻ ചെയ്ത് പറ മക്കൾ പറ. ഇങ്ങനെ പഠിച്ചോ, ഹൈഡ്രജനും ഹൈഡ്രോക്സിൽ അയോണും കമ്പൈൻ ചെയ്ത് വാട്ടറായി മാറുന്നതാണ് ആനോഡ് റിയാക്ഷൻ എങ്കിൽ, വാട്ടർ ഡീകമ്പോസ് ചെയ്ത് ഹൈഡ്രോക്സിൽ അയോണായി മാറുന്നതാണ് കാഥോഡ് റിയാക്ഷൻ. ഓവറോൾ റിയാക്ഷൻ 2H2 + O2 gives 2H2. ഇതാണ് ഓവറോൾ റിയാക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാവുന്നത് വാട്ടറാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് എ വാട്ടർ സോഴ്സ് ഇൻ സ്പേസ് ക്രാഫ്റ്റ്. അപ്പോളോ പോലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ, മക്കൾ മനസ്സിലാക്കുക, അപ്പോളോ പോലുള്ള സ്പേസ് ക്രാഫ്റ്റിൽ വാട്ടർ സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഫ്യൂവൽ സെല്ലുകളാണെന്ന് മനസ്സിലാക്കുക. റെഡി അല്ലേ? യെസ്. അപ്പോൾ ആ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ഈ ഇലക്ട്രോ കെമിസ്ട്രിയിൽ ഒരു പക്ഷേ ഞാൻ പറഞ്ഞില്ലേ ഫ്യൂവൽ സെൽ ഇല്ലാതെ ഇന്ന് വരെ ക്വസ്റ്റ്യൻ പേപ്പർ ഇല്ല എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഡാനിയൽ സെൽ is a galvanic cell made up of zinc and copper electrode. റൈറ്റ് ആനോഡ് ആൻഡ് കാഥോഡ് റിയാക്ഷൻ ഇൻ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിലെ ആനോഡ് റിയാക്ഷനും കാഥോഡ് റിയാക്ഷനും ഏതാണ് പറഞ്ഞിരിക്കുന്നത്? ഡാനിയൽ സെല്ലിലെ ആനോഡ് റിയാക്ഷൻ ഏത് എന്ന് വെച്ചാൽ Zn is the anode reaction. Daniel cell anode reaction. Zn gives Zn2 plus 2 electron. Zn2 plus 2 electron. Cathode reaction ഏത്? Cathode reaction ഏത് എന്ന് ചോദിച്ചാൽ cathode reaction Cu2 plus 2 electron gives Cu ആണ്. Anode reaction Zn gives Zn2 plus 2 electron ആണെങ്കിൽ cathode reaction Cu2 plus 2 electron gives Cu ആണെന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? യെസ്.
അടുത്തത് ഡിറൈവ് നേഴ്സ്റ്റ് ഇക്വേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെല്ലിന് നേഴ്സ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എന്നാൽ പോലും നമ്മൾ ഒന്നുകൂടി ഡിറൈവ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? യെസ്, നമ്മൾ ചെയ്യാൻ പോവാണ്. ഇതാ ഡാനിയൽ സെല്ലിന്റെ നേഴ്സ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്. മക്കളെ ശ്രദ്ധിച്ചോ, ഇതാണ് ഡാനിയൽ സെൽ. Zn bar Zn2 plus Cu2 plus bar Cu, Cu2 plus bar Cu. ഇതിൽ നമ്മൾ ഈ Cu2 plus bar Cu ചെയ്ത ഈ Cu2 plus bar Cu ചെയ്ത ഈ Cu2 plus bar Cu ഈക്വൽ ടു E0 Cu2 plus bar Cu പ്ലസ് 0.059 by n log Cu2 plus log Cu2 plus. മക്കളെ മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കുക. ഇവിടെ മൈനസ് ആണ് ഇടുന്നതെങ്കിൽ, ഇവിടെ മൈനസ് ആണ് ഞാൻ ഇടുന്നതെങ്കിൽ 1/Cu2 പ്ലസ് ചെയ്തു. ഇവിടെ മൈനസ് ആണ് ഇടുന്നതെങ്കിൽ 1/Cu2 പ്ലസ്, ഇവിടെ പ്ലസ് ഇട്ടാലോ പ്ലസ് Cu2 പ്ലസ് ചെയ്തു. ഇനി ഈ Zn2 പ്ലസ് ബാർ Zn, ഈ Zn2 പ്ലസ് ബാർ Zn ഈക്വൽ ടു E0 Zn2 പ്ലസ് ബാർ Zn, E0 Zn2 പ്ലസ് ബാർ Zn പ്ലസ് 0.059 by n log Zn2 പ്ലസ്, log Zn2 പ്ലസ് ആണ്. ഇനി നമുക്കറിയാവുന്ന കാര്യം ഈ ഇ എം എഫ് ഈക്വൽ ടു, അറിയാവുന്ന കാര്യം ഈ ഇ എം എഫ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണെന്ന് അറിയാം. ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ് ആണെന്ന് അറിയാം നമുക്ക്. റെഡി അല്ലേ? സോ ഈ ഇ എം എഫ് ഈക്വൽ ടു E0 EMF പ്ലസ് 0.059 by n log concentration of Cu2 plus divided by concentration of Zn2 plus ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? യെസ്. ഇക്വേഷൻ നമ്പർ 1 - 2, ഇക്വേഷൻ നമ്പർ 1, ഇത് ഇക്വേഷൻ നമ്പർ 1 ആണെങ്കിൽ, ഇത് ഇക്വേഷൻ നമ്പർ 2 ആണെങ്കിൽ 1 - 2 ചെയ്താൽ മതി. 1 - 2, ഇത് 1 - 2 ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടി? ഡാനിയൽ സെല്ലിന് ഇൻവെസ്റ്റിഗേഷൻ കിട്ടി. ക്ലിയർ അല്ലേ? യെസ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 10 ക്വസ്റ്റ്യൻ, ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. 10 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് 10ൻ്റെയും ആൻസർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഈ സ്ലൈഡിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് മക്കൾ എന്ത് ചെയ്യുക, കാണുക. റെഡി അല്ലേ? ഓക്കെ അല്ലേ? അപ്പം നെക്സ്റ്റ് കോണ്ടന്റ് വീഡിയോയുമായിട്ട് കാണാം. മറക്കരുത്, നാളെ വൈകിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നാളെ വൈകിട്ടും മറ്റന്നാൾ വൈകിട്ട് നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി സൊല്യൂഷൻ, കൈനറ്റിക്സ്, DNF ഈ 4 ചാപ്റ്ററിന്റെ ഫുൾ ചാപ്റ്റർ റിവിഷൻ ഉണ്ട്. മക്കളെ ലൈവിന് പെർഫെക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ.